ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, പിശാച് അള്ളാഹിനോട് ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞല്ലോ, ഏതായാലും ഈ ആദമ കാരണമായിട്ട് ജിന്നെ സ്വർഗത്തിനൊക്കെ പുറത്താക്കി, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വരം വേണമെന്ന് പറഞ്ഞാലോ. അപ്പൊ അള്ളാഹു തആല കൊടുത്തൊരു വരം എന്താണെന്നറിയോ? മനുഷ്യന്റെ ഹൃദയത്തിൽ പോയി പാർത്തോ. സുദൂറുഹും മസാകിനുലക്ക, കേൾക്കണ്ടോ? അവരുടെ മനസ്സുകൾ നിന്റെ പാർപ്പിടമായിരിക്കും. ചോരയിലൂടെ സഞ്ചരിക്കാം മനുഷ്യന്റെ. പിന്നെ മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി മനുഷ്യനേക്കാൾ അംഗസംഖ്യ 10 ഇരട്ടിയാണ്. ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാവുമ്പോൾ 10 അവിടെ ഉണ്ടാവുന്നതാണ്. പിശാചിന് അംഗസംഖ്യ 10 ഇരട്ടിയാണ്. അപ്പോഴും നിങ്ങൾക്ക് തോന്നണ്ട അള്ളാഹു തആല ചെയ്ത് നമ്മള് ഇടങ്ങാറാകാൻ തന്നെ അല്ല ഇപ്പൊ ഒന്നും കരുതണ്ട. നമുക്ക് അള്ളാഹിനെ ഓർമ്മിച്ച് ജീവിച്ചാൽ മതി. ദിക്റ് ചൊല്ലി അടുക്കൂല. അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തേ ചൊല്ലി? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത. അത് ചൊല്ലി എന്താ ഉള്ളത്? തനഹനു ശൈത്താനു, ആ ബൈക്കിന്ന് ശൈത്താൻ മാറി നിൽക്കും. അപ്പൊ കാലലി ആഹറ, ഒരുത്തൻ മറ്റവനോട് പറയും കൈഫലൊക്കെ പ്രയോജനം, ഇയാളെഞ്ഞിപ്പോ എങ്ങനെ സ്വീപ്പാക്കാനാണ്? കദ്ഹുദിയ വഖുഫിയ വബുക്കിയ, ഇയാൾ കാത്തിരക്ഷിക്കപ്പെട്ടു, ഇയാൾക്ക് ഹിദായത്ത് കിട്ടി, ഇയാളെ കാര്യങ്ങളൊക്കെ നിറവേറും ചെയ്തു എന്നുള്ളത് അങ്ങനെ പറയണത്. എന്താ അർത്ഥം? ബിസ്മില്ലാ, അള്ളാന്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തിട്ട് ഞാൻ ഇറങ്ങാണ്. തവക്കൽതു അലല്ലാഹ്, ഞാൻ തവക്കുലാക്കണ അള്ളാന്റെ മേലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാനെ കൊണ്ടല്ലാതെ ഒരടി വെക്കാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരാള് ആ യക്കീലും ബോധ്യത്തിലും പറഞ്ഞാൽ മാറിക്കും ശൈത്താൻ. ഉമർ ഫാറൂഖിനോട് പറഞ്ഞില്ലേ, മാ സലക്ത ഫജ്ജൻ, ഉമറെ നിങ്ങളൊരു റോട്ടിക്കാണ് കയറൂല, ഇല്ലാ സലക്ക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്കായ ഉമർ, വേറെ വൈക്ക് ശൈത്താനാണ് മാറി നിൽക്കാതെ ഉണ്ടാവില്ല. അത്രയും അങ്ങനെ ഉയരാൻ പറ്റും മനുഷ്യന്മാർക്ക്. മനസ്സിലിങ്ങനെ കൂട് കൂട്ടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കുക, ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്.